ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ചമ്മന്തി റെസിപ്പി ആയിട്ട് വരാറുണ്ടല്ലോ, അപ്പോൾ ഇന്ന് നല്ലൊരു വെറൈറ്റി ചമ്മന്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതുപോലെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ നാടൻ പുളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നമ്മളുടെ ഒന്നിങ്ങനെ ചെറിയ മൂപ്പാവുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. ചമ്മന്തി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചമ്മന്തി അച്ചാർ അധിക പേർക്കും ചമ്മന്തി അച്ചാറൊക്കെ ഇഷ്ടമായിരിക്കും. എക്സ്പെഷ്യലി നമ്മൾ സ്കൂളിൽ പോണ ആളുകൾക്ക്, മക്കൾക്കാണെങ്കിലും സൈഡായിട്ട് ചമ്മന്തി ഇഷ്ടാവില്ലേ. ഞാൻ വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നെല്ലിക്ക ചുട്ടിട്ട് അങ്ങനെ ഒരുവിധം ചമ്മന്തി റെസിപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയ എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാവും ചെയ്യും കേട്ടോ. എല്ലാവരും ചോദിക്കും ഇതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത്. പക്ഷേ ഞാനിതൊക്കെ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ഉമ്മ നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ നമുക്ക് ഓരോ വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പച്ചമുളക് അരിമുളക് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട്, ഓർക്കാപ്പുളി വെച്ചിട്ട് അങ്ങനെയുള്ള കുറേ വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അന്ന് മുതൽ ഞാനും വിചാരിക്കും ഉമ്മാൻ്റെ കൈപ്പുണ്യം എനിക്കും വേണം എന്നുള്ളത്. അങ്ങനെ ചമ്മന്തിക്ക് ഏകദേശം എനിക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി ആണെങ്കിലും അങ്ങനെ ചമ്മന്തിയുള്ള ഉമ്മാൻ്റെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ ഉള്ളിനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി തൂവി കൊടുത്തു. പിന്നെ നമ്മളുടെ കുത്തുകല്ലുണ്ടല്ലോ, നമ്മൾ മുളകും അതുപോലെ ഉള്ളിയൊക്കെ ചതക്കുന്ന കുത്തുകല്ല്, അത് വെച്ചിട്ട് ആ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അത് അരച്ചെടുക്കുന്നത്. മിക്സിയിലിട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് അരയുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, ഒരു വഴുവഴുപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതൊന്ന് കുത്തിയെടുക്കുന്നത്. നമ്മളുടെ ചെറിയ ഉള്ളി ആ കുത്തുകല്ല് കൊണ്ട് വെച്ച് കുത്തുന്ന ആ ടൈമിൽ തന്നെ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടയുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചതുകൊണ്ട് തന്നെ അത് ഉടയുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളുടെ ഉപ്പ് ബാലൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എരിവുണ്ടെങ്കിൽ ഉപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എരിവ് കുറയും. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സ്കൂൾക്ക് പോകുന്ന ടൈമിൽ നമ്മളുടെ ലഞ്ചിൽ ഇത് മാത്രം മതി, വേറൊരു സംഭവം വേണ്ട. എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് പോകും കേട്ടോ. ഒരുപാട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ചാനൽ ഫസ്റ്റ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളുടെ വെറൈറ്റി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.